അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നല്ലൊരു ഫിഷ് കറി റെസിപ്പിയും അതുപോലെ ഭക്ഷണത്തിന് സ്വാദ് കൂട്ടാനും അതുപോലെ എരിവും പുളിയും ഒക്കെ കുറക്കാനായിട്ടുള്ള ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും മീൻ കറിയും വെജിറ്റബിൾ സാമ്പാറൊക്കെ കാച്ചി ഒഴിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മളത് ഇളക്കി എടുക്കാറുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ കാച്ചി ഒഴിച്ചപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു കറി ഇളക്കിയെടുക്കുകയാണെങ്കിൽ നല്ല മണവും അതുപോലെ നല്ല രുചിയും കിട്ടും നമ്മളുടെ കറിക്ക്. അപ്പോൾ ഒരിക്കലും നമ്മൾ കാച്ചി ഒഴിച്ചപ്പം തന്നെ ഇളക്കി മാറ്റാതിരിക്കുക. ഇനി അടുത്തത് നമുക്ക് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ രുചി കൂടാനായിട്ട് നമ്മൾ മസാലക്കൂട്ടൊക്കെ ഇട്ട് കറിയൊക്കെ സെറ്റായതിനു ശേഷം എഗ്ഗ് ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമ്മൾ വെജിറ്റബിളൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ എരിവും അതുപോലെ ഉപ്പൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല, കുറച്ച് ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ സവാള കട്ട് ചെയ്തിട്ട് 2 കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ എരിവും ഉപ്പൊക്കെ കുറഞ്ഞ് കിട്ടും. അതുപോലെ മീൻകറിക്ക് എരിവും ഉപ്പും പുളിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള 3 മാർഗ്ഗം പറയാം. ഇതേപോലെ പൊട്ടറ്റോ ഒരു പകുതി മുറിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു മാറ്റുക. അതല്ലെങ്കിൽ ഗോതമ്പ് മാവ് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് 2-3 ഉരുള നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും എരിവും ഉപ്പും പുളിയൊക്കെ കുറഞ്ഞ് കിട്ടും. അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു മാർഗ്ഗമാണ് ചോറ് നമ്മൾ 2-3 ഉരുളകളാക്കിയിട്ട് ഇതിൻ്റെ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ എരിവും പുളിയൊക്കെ നന്നായിട്ട് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഏറ്റവും നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഗോതമ്പ് മാവാണ് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മൾ ജീരകമൊക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കറിയുടെ ടേസ്റ്റൊക്കെ മാറും. അതുകൊണ്ട് ഈ മാർഗ്ഗങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മളുടെ കറിയിലെ എരിവും പുളിയും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗമാണ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് ഒരുപാട് ഇട്ട് കൊടുക്കരുത്. ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര നമ്മളുടെ കറിയുടെ തോതനുസരിച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു കറിയിലെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസായി കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഉപ്പൊക്കെ കൂടി പോവാറുണ്ട്, അതുപോലെ മുളക് പൊടിയൊക്കെ കൂടി പോവാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലെമൺ പിഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ തൈര്, നല്ല പുളിയില്ലാത്ത കട്ട തൈര് കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ മീൻ ഫ്രൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മളുടെ മീനിന് നല്ലൊരു ക്രിസ്പി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് അവിൽ പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താലും നമ്മളുടെ മീൻ നല്ല ക്രിസ്പി കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ ബീഫ് കറിക്ക് ഇതുപോലെ ചിലപ്പോൾ നമ്മൾ മല്ലിപ്പൊടി അതേപോലെ ഉപ്പ് എരിവൊക്കെ ഇടുമ്പോൾ കൂടി പോവുകയാണെങ്കിൽ 2-3 കഷ്ണം പപ്പായ അതല്ലെങ്കിൽ 2-3 കഷ്ണം ഉരുളക്കിഴങ്ങ് കൂടെ അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് എടുത്ത് മാറ്റുകയാണെങ്കിൽ നമ്മൾക്ക് അതൊക്കെ ഒന്ന് ബാലൻസായി കിട്ടും. അതുപോലെ തൈര് കറിയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ മോരിന് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കുറച്ച് ജീരകം പൊടിച്ച് കൂട്ടുക, അതല്ലെങ്കിൽ തേങ്ങാപ്പൂൾ ഇട്ട് കൊടുക്കുക, പുളി കുറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്ന നമ്മളുടെ ഈ ഒരു ബോർഡൊക്കെ എപ്പോഴും നമ്മൾ കട്ട് ചെയ്തതുകൊണ്ട് നന്നായിട്ട് മൂർച്ച കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ ഫോയിൽ പേപ്പർ എടുത്ത് നന്നായിട്ട് നമ്മളതൊന്ന് ഇതിൽ ഉരസി കൊടുക്കുക. ഇതേപോലെ അത് വെജിറ്റബിൾ അരിയുന്ന പോലെ തന്നെ നമ്മൾ ഉരസി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ ഒരു ബോർഡിന് നന്നായിട്ട് മൂർച്ച കിട്ടും. അപ്പോൾ ഈ ഒരു ചോപ്പർ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു മൂർച്ച എപ്പോഴും നിൽക്കണം എന്നില്ല. ഇതേപോലെ ചെയ്യുക. അതേപോലെ നമുക്ക് വെജിറ്റബിൾ പീൽ ചെയ്യുന്നതും ഈ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് തന്നെ ഇതേപോലെ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴും നമുക്ക് നല്ല മൂർച്ച കിട്ടും. ഞാനിതൊക്കെ മേടിച്ചിട്ട് 2-3 വർഷമായി, ഇപ്പോഴും പുതിയതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കും. അതുപോലെ കത്രിക ആയാലും ഈ ഒരു ഫോയിൽ പേപ്പർ തന്നെ ഉരച്ച് കൊടുക്കുക. അതേപോലെ നല്ല കട്ടിയോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴും നമ്മളുടെ ആ ഒരു കത്രികയുടെ മൂർച്ച നന്നായിട്ട് നമുക്ക് കൂടി കിട്ടും. അപ്പോൾ നമ്മൾ മീനായാലും എന്ത് കട്ട് ചെയ്യുമ്പോഴായാലും അതിങ്ങനെ ഉടഞ്ഞു പോവില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഈ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നല്ല ഉപയോഗമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ കത്രികയുടെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്തെടുക്കുക. അതുപോലെ നമ്മളുടെ വീട്ടിലുള്ള കത്തികളൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇതേപോലെ തന്നെ നമ്മളുടെ സ്റ്റീൽ വെച്ചിട്ട് പാത്രം കഴുകുന്ന സ്റ്റീൽ കൊണ്ട് ഇതേപോലെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിലും നമ്മളുടെ കത്തിക്കൊക്കെ നല്ല മൂർച്ച കിട്ടും. അത് നമ്മൾക്ക് പുതിയതായിട്ട് ഈ സ്റ്റീൽ വാങ്ങിക്കുന്ന ടൈമിൽ ഇതേപോലെ നമ്മൾ എല്ലാം ഒന്ന് ഉരസിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മളുടെ ആ ഒരു കത്തികൾക്കൊക്കെ നല്ല ബ്ലേഡ് പോലെ മൂർച്ച കിട്ടും. ഇനി നമ്മൾ നല്ല അടിപൊളി ഒരു മീൻ കറിയാണ്, ഒരുപാട് നാളികേരമൊന്നും ചേർക്കാതെ
നമ്മൾ നല്ല കട്ടി ചാറോട് കൂടിയിട്ട് തന്നെ നല്ലൊരു മീൻകറി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളക്കുന്ന അരിയിലേക്ക് വലിയൊരു തക്കാളി പഴുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കാം. നല്ല അടിപൊളി ഒരു ഫിഷ് കറിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും നാളികേരം ഇതിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നാളികേരം ഞാനൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇതേപോലെ കുറച്ച് കാശ്മീരി മുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മളത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കറി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളികേരം വേണ്ട. ഇത് ഹോട്ടലിലൊക്കെ വെക്കുന്ന ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി എടുത്തത് കൊണ്ട് ഒരുപാട് എരിവ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു നാളികേരപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ആ ഒരു നാളികേരം അരച്ചെടുക്കാം. അപ്പോൾ കുടംപുളിയും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ തക്കാളി നന്നായിട്ട് വെന്ത് ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അത് കോരിയെടുക്കാം. ഇതേപോലെ വിണ്ട് കിട്ടണം, അപ്പോഴാണ് നമ്മളുടെ തക്കാളി പാകമാവുക. ഇനി അതിൻ്റെ മുകളിൽ ആ തൊലിയൊക്കെ ഒന്ന് ഒലിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒലിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തത് നമ്മളുടെ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളുടെ കൈ വെച്ച് തന്നെ നന്നായിട്ടതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കറിക്ക് നല്ല കട്ടിയും ടേസ്റ്റും നമ്മൾക്ക് കിട്ടും. ഇതേപോലെ നിങ്ങൾ കറി വെച്ചെടുക്കുകയാണെങ്കിൽ. ഇനി ആ ഒരു പാൽ കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് കറി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് നല്ല കുറുകിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മൾ ഏത് തരം കറി വെക്കുകയാണെങ്കിലും ഇതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒരുപാട് നാളികേരവും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് മസാല ഒന്നുമില്ലാതെ നല്ല രുചിയായിട്ട് തന്നെ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മളുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉള്ളി കാച്ചി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത്തിരി കാശ്മീരി ചില്ലി കൂടി ഇതിലേക്ക് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇളക്കി കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ മീൻകറി ആയാലും സാമ്പാറായാലും വെജിറ്റബിൾ ആയാലും ഇളക്കിയെടുക്കരുത്. അപ്പോൾ തന്നെ നമ്മളത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളതൊന്ന് ഇളക്കിയെടുത്ത് നോക്കുക. നല്ല കറിക്ക് നല്ല മണവും അതുപോലെ നല്ല രുചിയും കിട്ടും. അപ്പോൾ കറി വെച്ചാൽ ഒരിക്കലും നമ്മൾ ഇളക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും കുഞ്ഞു കുഞ്ഞു നല്ല നല്ല ടിപ്പുകളുമായിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.